നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഉറങ്ങിയോ എന്റെ കുഞ്ഞ്? ചത്തില്ലല്ലോ, പിന്നെന്താ? കുഞ്ഞ് അയ്യോ, എടാ പതുക്കെ ഇത് വെച്ചോ. ഓ ഓ ഓ ഓ ഓ ഓ വേണ്ട വേണ്ട, കരയില്ല കരയില്ല. ഓ ഓ കരയില്ല കരയില്ല. ഓ ഓ ഓ വീണേ, കുഞ്ഞു കരയുന്ന നീ കേട്ടില്ലേ? കുഞ്ഞുങ്ങളാകുമ്പോ കരയും, അതിപ്പോ ഞാനെന്ത് ചെയ്യാനാ? ഇന്നലെ രാത്രി അവൾക്ക് ആരെന്തെങ്കിലും കൊടുത്തോ? ഉറങ്ങിയോ എന്റെ കുഞ്ഞ്? ചത്തില്ലല്ലോ, പിന്നെന്താ? വേണ്ട മാവ, ഞാൻ പുറത്തുണ്ടാവും. എടി നീ ഒരു അമ്മയാണോ? അല്ല, ഞാൻ അമ്മയല്ല ഭാര്യയല്ല. എടി കുഞ്ഞുങ്ങൾ കരുതുന്നത് ദൈവത്തോടാ. അവർക്ക് പറയാനുള്ളതൊക്കെ ദൈവത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ടാവും. ഇതിനൊന്നും ദൈവത്തിന്റെ ശിക്ഷയില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഈ ശാപമൊക്കെ എങ്ങനെ തീർക്കാനാടി നീ? കുഞ്ഞിന്റെ ശാപം മാത്രമല്ലല്ലോ, അച്ഛന്റെ ശാപമില്ലേ, ഹരിയേട്ടന്റെ ശാപമില്ലേ, നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവരുടെ ശാപമില്ലേ, എല്ലാം കൂടി ഇങ്ങ് പോരട്ടെ, ഞാൻ സഹിച്ചോളാം. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടി. ഒടുവിലുണ്ടല്ലോ നീ. ഞാൻ പുഴുത്ത് ചാവും, ഞാൻ കിടന്ന് നരകിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് ആ വാക്കുകൾക്കൊക്കെ ഒരുപാട് പഴക്കം വന്നു. നാട്ടുകാർ തലതല്ലി പൊളിച്ചാലും അയാൾ എഴുന്നേറ്റ് വരും. കാരണം അയാൾ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാവരും ബോധിപ്പിക്കണമല്ലോ. കുഞ്ഞിനെ സ്നേഹിക്കുന്നതായിട്ട് അവ അഭിനയിക്കുകയല്ല. അത് അവൻ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യവും ഇല്ല. ഇനി നീ ഇപ്പൊ ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ നോക്കിയേ? ഉണ്ടോ? എങ്ങനെയാടി ആ കരച്ചിൽ നിന്ന്? അവന്റെ നെഞ്ചിലെ തീ കൊണ്ട്. അത് പരമമായ സത്യവാടി. അവനെ ആ കുഞ്ഞിന്റെ അമ്മയും അച്ഛനുമാ. വേറെ എന്തിനെ പറഞ്ഞാലും അവനെ പരിഹസിക്കാൻ ഞാൻ സമ്മതിക്കല്ല. മുമ്പൊക്കെ ചാവുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വിളിക്കണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോ ഞാന് ഈശ്വരനോട് പോലും സാവകാശം ചോദിക്കുക. എന്തിനാണെന്ന് അറിയോ നിനക്ക്? നീ വേദന അനുഭവിക്കുന്നത് കാണാൻ. ഈ കുഞ്ഞിന്റെ കരച്ചിലിന് ശക്തി ഉണ്ടെന്ന് നീ ഒരിക്കൽ പറയുന്നത് എന്റെ ഈ കാതുകൊണ്ട് കേൾക്കാൻ. അത് ഞാൻ കേൾക്കൂടി. ദൈവം ഉണ്ടെങ്കിൽ ഞാൻ അത് കേട്ടിരിക്കും. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ ഇഷ്ടത്തിന് തന്നെ പോവും. ഇവരല്ല ആരൊക്കെ പറഞ്ഞാലും. ഇനി കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വന്നാ ഞാൻ അതും ചെയ്യും. നീ എന്താടാ നോക്കി നിൽക്കുന്നേ? നിത്യയുടെ അടുത്തേക്ക് ചെല്ല്. ഞാൻ ചെന്നിട്ട് എന്ത് പറയാനാ അമ്മേ? എടാ, ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടാനുണ്ടോ? അവൾ അവളുടെ കെട്ടിയോനെ ഓർത്ത് വിഷമിച്ചിരിക്കുക. അവളുടെ മനസ്സിലെ ഇനി അവൻ ഒരു സ്ഥാനവും ഇല്ല. ഈ സമയത്ത് നീ അവളെ സ്നേഹിച്ച് നിന്ന അവളുടെ മനസ്സിൽ നിന്റെ സ്ഥാനം എന്തായിരിക്കും? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ വിമലേട്ടനുണ്ടായിരുന്നെങ്കിൽ എന്ന് അവള് ചിന്തിക്കില്ലേ? ആണോ? ചിന്തിക്കുവോ?
ചിന്തിക്കൂ. എടാ പൊട്ട, അതിനുള്ള കഴിവ് നീ കാണിക്കണം. അവളെ രക്ഷിക്കാൻ പ്രാപ്തിയുണ്ടെന്ന് അവക്ക് തോന്നണം. ചെല്ലങ്ങോട്ട്. ചെല്ലങ്ങോട്ട്. അമ്മേ. എന്താ വിമലേടാ? ഒന്നുമില്ല, നിത്യക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വന്നതാ. വിമലേട്ട് മുറിയിൽ വന്നിട്ട് കുറെ നേരമായോ? അയ്യോ, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. എന്നാ നിത്യ കിടന്നു. നിക്കവിടെ. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വന്നതാണെങ്കിലേ അത് പറഞ്ഞിട്ട് പോയ പോരെ. എന്താ അമ്മ ഈ കാര്യം? എന്റെ പൊന്നു മോളെ, ഒന്നും പറയണ്ട. ഈ നേരം വരെ ഇവന്റെ അവസ്ഥ എന്തായിരുന്നു എന്നറിയോ? അല്ല, നിനക്കൊരു വിഷമം വന്നാ അവ സഹിക്കോ? ആരാ നിത്യയെ ദ്രോഹിച്ചത്, ആരാ തല്ലേണ്ടത് കൊല്ലേണ്ടത് എന്നൊക്കെ ചോദിച്ച് എന്റെ പൊന്നോ, ഇങ്ങനൊരു അവസ്ഥയിൽ ഞാനിതുവരെ ഇവനെ കണ്ടിട്ടില്ല. ഞാൻ വരെ നടുങ്ങിപ്പോയി. എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ കുഴപ്പമില്ലാണ്ടല്ലേ ഇതൊക്കെ നടന്നതും ആശുപത്രി കിടന്നതും. എന്റെ പൊന്നു മോളെ, അമ്മായി ഒരു കാര്യം പറയട്ടെ. എലിപ്പെട്ടി കിടക്കുന്ന എലിയുടെ അവസ്ഥയാ നിന്റേത്. പൂട്ടിക്കഴിഞ്ഞു. ഇനി എപ്പോഴാ വെള്ളത്തിൽ മുക്കി കൊല്ലാന്ന് മാത്രം നോക്കിയാ മതി. എങ്ങനെയാ എന്റെ കൊച്ചെ നീ ജീവനും കൈ പിടിച്ചോണ്ട് ഇവിടെ കിടക്കുന്നത്? ദേ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഫോൺ എടുത്ത് അമ്മായിന്ന് ഒരു വിളി വിളിച്ചാ മതി. അമ്മായി ദേണ്ട ഇവനെയും കൂട്ടി ഓടി ഒരു വരവ് വരും. നിന്നെ ദ്രോഹിക്കുന്നവരാരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല. അല്ലടാ? നിത്യക്ക് വേണ്ടി ഞാൻ ആരെയും കൊല്ലും. അയ്യോ, കേട്ടോ കേട്ടോ, ഊശിരിയുള്ള ഒരു തട്ട് വർത്താനം കേട്ടോ. എന്റെ മോളെ, കാര്യം നീ കുടുംബത്തിലേക്ക് വരാൻ ഒരു അബദ്ധം കാണിച്ചു. മനസ്സിലാക്കി കഴിഞ്ഞാ തിരുത്താനുള്ള ബുദ്ധി കാണിക്കണ്ടായോ? ഞങ്ങളെ മോളുടെ കൂടെ തന്നെയുണ്ട്. അന്നാ അമ്മായി പോട്ടെ മോളെ. പോട്ടെ നിത്യ. ശരി വിമലേട്ടാ. അയ്യോ എന്റെ ദൈവമേ, അധികം താമസിക്കാതെ ഇതൊന്ന് വേർപെടുത്തി തരണേ. എന്റെ കൊച്ചിനെ ഒന്ന് കാക്കണേ. പോയിട്ട് വരാട്ടോ. വാടാ. ടാറ്റാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.